നമസ്കാരം. മിഡിൽ ഈസ്റ്റ് ന്യൂസിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം തലക്കെട്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും ചാടിയ കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിൽ. കസ്റ്റഡിയിലാകുന്നത് തളാപ്പ് ആശുപത്രി വളപ്പിലെ കിണറ്റിൽ നിന്നും. പിടികൂടിയത് 6 മണിക്കൂറിന് ശേഷം. നാട്ടുകാരുടെ മൊഴി നിർണായകമായി. ജയിലിൽ നിന്നും സഹായം ലഭിച്ചിട്ടുണ്ടെന്നും ഗോവിന്ദച്ചാമിയെ തൂക്കിലേറ്റണമെന്നും സൗമ്യയുടെ അമ്മ. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതിൽ ഗുരുതര വീഴ്ച. ജയിൽ ചാട്ടമറിഞ്ഞത് മതിലിലെ തുണി കണ്ടപ്പോൾ. 4 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ. കണ്ണൂർ റേഞ്ച് DIG അന്വേഷിക്കും. വിയൂർ ജയിലിലേക്ക് മാറ്റും. ജയിൽ ചാട്ടം 1.5 മാസത്തെ ആസൂത്രണത്തിന് ശേഷം. മോഷണം നടത്തി സംസ്ഥാനം വിടാനായിരുന്നു ലക്ഷ്യമെന്ന് ഗോവിന്ദച്ചാമിയുടെ മൊഴി. നാളെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടിയന്തര യോഗം. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ മുതിർന്ന CPM നേതാവ് പിരപ്പൻകോട് മുരളി നടത്തിയ പരാമർശത്തിനെതിരെ MV ഗോവിന്ദൻ. പരാമർശം അസംബന്ധവും തോന്നിയാസവുമാണെന്നും പിരപ്പൻകോടിന് പാർട്ടി അംഗത്വം പോലുമില്ലെന്നും CPM സംസ്ഥാന സെക്രട്ടറി. ഗോവിന്ദൻ പദവിയുടെ മാന്യത പുലർത്തണമെന്ന് പിരപ്പൻകോട് മുരളിയുടെ മറുപടി. പാർട്ടിയെ ഉപയോഗിച്ച് താൻ നയാ പൈസ സമ്പാദിച്ചിട്ടില്ലെന്ന് പിരപ്പൻകോട് അമൃത ന്യൂസിനോട്. സ്കൂൾ സമയമാറ്റത്തിലെ തർക്കത്തിൽ സമവായം. രാവിലെ 15 മിനിറ്റും വൈകുന്നേരം 15 മിനിറ്റും അധികമായി എടുക്കാനുള്ള തീരുമാനത്തെ ഭൂരിഭാഗം പേരും സ്വാഗതം ചെയ്തുവെന്ന് മന്ത്രി V ശിവൻകുട്ടി. സർക്കാർ വിളിച്ച ചർച്ചയിൽ പങ്കെടുത്തത് വിവിധ മതസംഘടനാ പ്രതിനിധികൾ. പരാതിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്ന് മന്ത്രി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് മാലിദ്വീപിൽ ഊഷ്മള സ്വീകരണം. നാളെ നടക്കുന്ന 60ാം സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മുഖ്യാതിഥിയാകും. മോദിയുടേത് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സ് അധികാരമേറ്റ ശേഷം ഒരു വിദേശ രാഷ്ട്രത്തലവൻ നടത്തുന്ന ആദ്യ സന്ദർശനം. വിശദമായ വാർത്തകൾ നോക്കാം. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ 4 പേരെ സസ്പെൻഡ് ചെയ്തു. ഗോവിന്ദച്ചാമിയെ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നും വിയൂരിലേക്ക് മാറ്റും. മോഷണം നടത്തി തമിഴ്നാട്ടിലേക്ക് രക്ഷപ്പെടാനായിരുന്നു പദ്ധതിയെന്ന് ഗോവിന്ദച്ചാമിയുടെ മൊഴി. അതേസമയം ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുമുണ്ടായ ഗുരുതര വീഴ്ചകളാണ് ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം അനായാസമാക്കിയത്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ കണ്ണൂർ സെൻട്രൽ ജയിലിലെ ഡെപ്യൂട്ടി പ്രിസൺ ഓഫീസർ രജീഷ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർമാരായ സഞ്ജയ്, അഖിൽ, നൈറ്റ് ഓഫീസർ റിജോ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. ജയിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ചയുണ്ടായെന്ന് ജയിൽ മേധാവി തന്നെ തുറന്നു പറഞ്ഞു. കണ്ണൂർ റേഞ്ച് DIG V ജയകുമാർ സംഭവം അന്വേഷിക്കുമെന്നും ജയിൽ മേധാവി ബൽറാം കുമാർ ഉപാധ്യായ വ്യക്തമാക്കി. അതീവ സുരക്ഷയുള്ള കൊടും കുറ്റവാളികളെ പാർപ്പിക്കുന്ന 10ാം ബ്ലോക്കിലെ സെൽ നമ്പർ 4-ൽ നിന്നും കമ്പി മുറിച്ച് അനായാസം ഗോവിന്ദച്ചാമി രക്ഷപ്പെട്ടത് ജയിൽ അധികൃതർക്ക് തെല്ലൊന്നുമല്ല അവമതിപ്പുണ്ടാക്കുന്നത്. അർദ്ധരാത്രി 1:10-നാണ് ഗോവിന്ദച്ചാമി ജയിൽ ചാടിയതെങ്കിൽ അധികൃതർ ഈ വിവരം അറിഞ്ഞത് തന്നെ 5 മണിക്കൂർ കഴിഞ്ഞാണ്. രാവിലെ പരിശോധനയ്ക്കിടെയാണ് ഗോവിന്ദച്ചാമി സെല്ലിലില്ലെന്ന വിവരം മനസ്സിലായത്. കുറച്ച് കാലങ്ങളായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ നടത്തിയതായിട്ടുണ്ട്. വേറെ ആരെങ്കിലും ഇതിലേക്ക് ഇൻവോൾവ് ആയതായിട്ട് പോലീസിന് ഈ ഒരു അവസരത്തിൽ ഇൻഫർമേഷൻ ഇല്ല. അത് കൂടുതൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട കാര്യമാണ്. ഏകദേശം 20 ദിവസത്തിന് മുകളിലുള്ള തയ്യാറെടുപ്പായിട്ടാണ് നമ്മൾ പ്രാഥമികമായിട്ട് കാണുന്നത്. ഇടത് കൈപ്പത്തിയില്ലാത്ത ഗോവിന്ദച്ചാമി ലുങ്കി കൊണ്ട് വടമുണ്ടാക്കി 7.5 മീറ്റർ ഉയരമുള്ള മതിൽ ചാടിക്കടന്നു. അതേസമയം ഇലക്ട്രിക് ഫെൻസിംഗ് പ്രവർത്തിച്ചുമില്ല. കൃത്യമായ ഇടവേളകളിലെ പരിശോധന, CCTV ഇതൊന്നും ഗോവിന്ദച്ചാമിക്ക് ബാധകമായില്ല. എന്നാൽ ജയിൽ ചാടി മണിക്കൂറുകൾ മാത്രമാണ് ഗോവിന്ദച്ചാമിക്ക് പുറത്തു കഴിയാനായത്. ചിലർ ഇയാളെ തിരിച്ചറിയുകയും പോലീസിൽ വിവരം അറിയിക്കുകയും ചെയ്തതോടെ ജയിൽ സ്ഥിതി ചെയ്യുന്ന പള്ളിക്കുന്നിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരത്തിലുള്ള തളാപ്പിൽ നിന്നും പിടിയിലാവുകയായിരുന്നു. ആളൊഴിഞ്ഞ പുരയിടത്തിൽ ഒളിച്ചു നിൽക്കുന്നതിനിടെ പോലീസ് വരുന്നുവെന്ന് മനസ്സിലായപ്പോൾ ഗോവിന്ദച്ചാമി ഓടി. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക് ഓഫീസിന്റെ കിണറിൽ ചാടിയ ഗോവിന്ദച്ചാമിയെ പോലീസ് കിണറ്റിൽ നിന്നും വലിച്ചെടുത്തു. CPM തടവുകാരുടെ സുഖവാസം ഉൾപ്പെടെയുള്ള വാർത്തകൾ പുറത്തുവന്ന കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നുമുള്ള ഗോവിന്ദച്ചാമിയുടെ ചാട്ടം പ്രതിപക്ഷവും ആയുധമാക്കുകയാണ്. ഇതിനുകൂടെ മറുപടി പറയേണ്ട അവസ്ഥയിലാണിപ്പോൾ സർക്കാർ. അമൃത ന്യൂസ്, കണ്ണൂർ.
ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഗുരുതര ആരോപണമാണ് ജയിൽ അധികൃതർക്ക് നേരെ ഉയരുന്നത്. കണ്ണൂർ ജയിൽ ഭരിക്കുന്നത് കുറ്റവാളികളാണെന്നും സർക്കാരിന് പ്രിയപ്പെട്ടവർ ജയിലിനകത്തുണ്ടെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. ഗോവിന്ദച്ചാമിയെ ഇനിയും നിയമത്തിന് കൊടുക്കരുതെന്നും അയാളെ തൂക്കിക്കൊല്ലണമെന്നും സൗമ്യയുടെ അമ്മയും പ്രതികരിച്ചു. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയത് അവിശ്വസനീയമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പ്രതികരിച്ചു. പി. ജയരാജനെ ജയിൽ ഉപദേശക സമിതി അംഗമാക്കിയത് ഇതിനൊക്കെ വേണ്ടിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഒരു കൈക്ക് സ്വാധീനമില്ലാത്ത ഒരാൾ ഒറ്റ കൈ പിടിച്ചത് ചാടി എന്ന് പറയുന്ന അത്ഭുതം മറ്റേ ടാർസന്റെ സിനിമയെ പോലും നമ്മൾ കണ്ടിട്ടില്ല. ആരോഗ്യമന്ത്രി പറഞ്ഞ പോലെ സിസ്റ്റത്തിന്റെ കുഴപ്പം. സർക്കാരിന് ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾ ഒരുപാട് പേര് ആ ജയിലിലുണ്ട്. ഗോവിന്ദസ്വാമിയും കൂടി ആ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിലാണ് ഉണ്ടായിരുന്നതെന്ന് ഇന്നാണ് മനസ്സിലായത്. അവരെയൊക്കെ അവിടെ വെച്ചിരിക്കുന്നത് തന്നെ അവിടെയുള്ള ആളുകളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഗോവിന്ദച്ചാമി ജയിൽ ചാടിയ സംഭവത്തിൽ ഉന്നതതല അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം.ടി. രമേശ് പറഞ്ഞു. സ്വയം പ്രേരണയാലാണ് ജയിൽ ചാടിയതെന്ന് വിശ്വസിക്കാൻ സാഹചര്യ തെളിവുകളില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഉന്നതതലത്തിൽ അന്വേഷണം വേണമെന്ന് ബി.ജെ.പി. ആവശ്യപ്പെടുകയും സ്വയം പ്രേരണയാൽ മാത്രമാണ് ജയിൽ ചാടിയെന്ന് വിശ്വസിക്കാൻ സാഹചര്യ തെളിവുകളൊന്നും നമ്മളെ അനുവദിക്കുന്നില്ല. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തെ കണ്ണൂർ ജയിലിലെ CPM-കാരായ പ്രതികളുമായി ചേർത്ത് വായിക്കേണ്ടതുണ്ടെന്ന് ബി.ജെ.പി. നേതാവ് വി. മുരളീധരൻ അഭിപ്രായപ്പെട്ടു. പ്രതിയുടെ ജയിൽ ചാട്ടം, ഈ ജയിൽ ചാട്ടവും കണ്ണൂർ ജയിലിലുള്ള CPM-കാരായിട്ടുള്ള പ്രതികളും ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ട ആവശ്യമുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. കണ്ണൂർ പോലെയുള്ള അതീവ സുരക്ഷാ ജയിലിൽ നിന്നും ആരുടെയെങ്കിലും സഹായമില്ലാതെ ഗോവിന്ദച്ചാമി ജയിൽ ചാടില്ലെന്ന് സൗമ്യയുടെ അമ്മ സുമതി പ്രതികരിച്ചു. ഗോവിന്ദച്ചാമിയെ ഇനിയും നിയമത്തിന് കൊടുക്കരുതെന്നും അയാളെ തൂക്കിക്കൊല്ലണമെന്നും അവർ കൂട്ടിച്ചേർത്തു. പക്ഷെ ജയിലിൽ ചാടാൻ ഇവരെ ഈ ഇത്രയും വലിയ മതിൽ കയറാനും ചാടാനും ഒരാളെ സപ്പോർട്ട് ഇല്ലാതെ എന്തായാലും നടക്കില്ല. ഇവന് തൂക്കുകയർ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവന് തൂക്കുകയർ. എന്നാൽ ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടം ജയിൽ വകുപ്പിന്റെ വീഴ്ചയല്ലെന്ന് ഉപദേശക സമിതി അംഗം പി. ജയരാജനും പ്രതികരിച്ചു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ മുതിർന്ന CPM നേതാവ് പിരപ്പൻകോട് മുരളി നടത്തിയ പരാമർശത്തിനെതിരെ MV ഗോവിന്ദൻ. പരാമർശം അസംബന്ധവും തോന്നിയാസവുമാണെന്ന് MV ഗോവിന്ദൻ പറഞ്ഞു. പിരപ്പൻകോടിന് പാർട്ടി അംഗത്വം പോലുമില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ശുദ്ധ അസംബന്ധം പറയുന്നതാണ്. ഇമാതിരി അസംബന്ധം പറയുന്ന കുറേണ്ണുണ്ട്. പാർട്ടി മെമ്പർഷിപ്പിൽ നിന്നും പോയി പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടി പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് പ്രചാരവേല കിട്ടാൻ വേണ്ടി ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തികച്ചും തെറ്റായ പ്രചാരവേല. ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അതാ പരിപാടി. അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് തന്നെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാലോ എന്താണ് ചെയ്യുന്നത്. അദ്ദേഹത്തോട് പോയി ചോദിക്കണം എന്താണ് നിങ്ങൾ ഇങ്ങനെ പറയാൻ കാരണം. ഞങ്ങളെല്ലാം പങ്കെടുത്ത് തന്നെയല്ലേ, അയാൾ മാത്രമാണ് പങ്കെടുത്തത്. സമ്മേളനത്തിൽ പങ്കെടുക്കാത്തവരാണോ നമ്മളല്ല, ഞങ്ങളെല്ലാം പങ്കെടുത്തത് നമ്മളെ തന്നെയാണ്. ആ സംബന്ധം എഴുന്നള്ളിക്കുക അത് VS-ന്റെ മുമ്പ് നിഷേധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് തോന്നിയ ദിവസം പറയുന്നത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദത്തിൽ MV ഗോവിന്ദന് മറുപടിയുമായി മുതിർന്ന CPM നേതാവ് പിരപ്പൻകോട് മുരളി. MV ഗോവിന്ദൻ CPM സംസ്ഥാന സെക്രട്ടറി പദവിയുടെ മാന്യത പുലർത്തണമെന്ന് പിരപ്പൻകോട് മുരളി അമൃത ന്യൂസിനോട് പറഞ്ഞു. ക്യാപിറ്റൽ പണിഷ്മെന്റ് പ്രയോഗത്തിന് തൊട്ടടുത്ത ദിവസം VS നൽകിയ മറുപടി പ്രസംഗം തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. പാർട്ടിയെ ഉപയോഗിച്ച് താൻ നയാ പൈസ സമ്പാദിച്ചിട്ടില്ലെന്നും പണത്തിന് വേണ്ടിയാണ് പുസ്തകം എഴുതുന്നതെങ്കിൽ തന്റെ ബാങ്ക് ബാലൻസ് പരിശോധിക്കാമെന്നും പിരപ്പൻകോട് മുരളി വെല്ലുവിളിച്ചു. ചോദ്യം ചെയ്യാൻ പോലും ഞാൻ ശക്തനല്ല. പക്ഷേ ഒരു വസ്തുത മാത്രം ഞാനിവിടെ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞു ഞാൻ ശുദ്ധ അസംബന്ധവും തോന്നിയാസവും ഒക്കെയാണ് പറയുന്നതെന്നാണ്. ഞാനേതോ പുസ്തകം എഴുതി അവൻ്റെ പ്രചാരത്തിന് വേണ്ടി ആരുടെയോ കൂലിക്ക് വേണ്ടി നടത്തുന്ന സംസാരമായിട്ടാണ് സാക്ഷാൽ ഗോവിന്ദൻ മാഷ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. പക്ഷെ ഒരു കാര്യം അദ്ദേഹത്തോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലില്ല എന്നത് വസ്തുതയാണ്. പക്ഷേ എങ്ങനെ ഇല്ലാതായി എന്ന കാര്യം കൂടി അദ്ദേഹത്തിന് നന്നായിട്ടറിയാം. 2018 തൃശ്ശൂർ സമ്മേളനത്തിൽ നടക്കുമ്പോൾ അവൻ്റെ പാനൽ തയ്യാറാക്കുമ്പോൾ അന്നത്തെ പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹത്തിൻ്റെ ചിരിച്ച മുഖവുമായി പറഞ്ഞ ഒരു വാചകമുണ്ട്. കാരണം ഞങ്ങൾ ഇത്തവണ 80 വയസ്സ് കഴിഞ്ഞ ആളുകളൊക്കെ സംസ്ഥാന സമിതിയിൽ നിന്ന് മാറ്റുന്നുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പേര് വായിച്ചു.
അവരെൻ്റെ പേരാണ്. ഈ വർഷം മുതൽ സ്കൂൾ സമയമാറ്റം നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സമസ്ത അടക്കമുള്ള സംഘടനകളുടെ എതിർപ്പ് തള്ളിയാണ് തീരുമാനം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ സർക്കാർ തീരുമാനിച്ചത്. 2025 മെയ് 31 സർക്കാർ ഉത്തരവ് പ്രകാരം 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ 198 പ്രവൃത്തി ദിനങ്ങളാണ് വേണ്ടത്. 5ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ 200 പ്രവൃത്തി ദിനങ്ങളും 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 204 പ്രവൃത്തി ദിനങ്ങളും വേണം. ഇതെല്ലാം ഉൾക്കൊള്ളിച്ചാണ് ഈ അധ്യയന വർഷത്തെ കലണ്ടർ തയ്യാറാക്കിയത്. LP വിഭാഗം കുട്ടികൾക്ക് അധിക പ്രവൃത്തി ദിനമില്ലാതെയും UP വിഭാഗം കുട്ടികൾക്ക് ആഴ്ചയിൽ 6 പ്രവൃത്തി ദിനം വരാതെ 2 ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിക്കൊണ്ടും ഹൈസ്കൂൾ വിഭാഗം കുട്ടികൾക്ക് 6 ശനിയാഴ്ചകൾ ഉൾപ്പെടുത്തിയുമാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. ഹൈസ്കൂൾ വിഭാഗത്തിന് വെള്ളിയാഴ്ച ഒഴികെയുള്ള 166 പ്രവൃത്തി ദിനങ്ങളിൽ എല്ലാ ദിവസവും രാവിലെ 15 മിനിറ്റും ഉച്ചകഴിഞ്ഞ് 15 മിനിറ്റും അധിക പ്രവൃത്തി സമയം ഉൾപ്പെടുത്തി ക്ലാസുകൾ ക്രമീകരിക്കും. ഹൈസ്കൂൾ വിഭാഗത്തിന്റെ പുതുക്കിയ സമയക്രമം രാവിലെ 9:45 മുതൽ ഉച്ചയ്ക്ക് ശേഷം 4:15 വരെയുമാണ്. പുതുക്കിയ സമയക്രമം ഈ വർഷം മുതൽ നടപ്പിലാക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. അടുത്ത അക്കാഡമിക് ഇയറിൽ ഇതൊരു വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണ്. അടുത്ത അക്കാഡമിക് ഇയറിൽ ഈ പ്രശ്നമല്ല, ഇനി വേറെ ഏതെങ്കിലും പ്രശ്നം ചർച്ച ചെയ്യാൻ കൊണ്ടുവന്നു കഴിഞ്ഞാലും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നമാണെങ്കിൽ ചർച്ച ചെയ്യും. ഇത് മാത്രമല്ല, ഏത് വിഷയമാണോ ചർച്ച ചെയ്യാം. വിവിധ സംഘടനകളുമായി സമയക്രമീകരണത്തിൽ മന്ത്രി ഇന്ന് ചർച്ച നടത്തിയിരുന്നു. സമയക്രമീകരണ വിഷയത്തിൽ പല കോണുകളിൽ നിന്നും അഭിപ്രായ ഭിന്നത ഉയർന്ന സാഹചര്യത്തിലായിരുന്നു ചർച്ച. സമസ്ത അടക്കമുള്ള സംഘടനയോട് സാഹചര്യം വ്യക്തമാക്കിയെന്നും പരാതിയുള്ളവർക്ക് കോടതിയെ സമീപിക്കാമെന്നും മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇനി ഗൾഫ് വാർത്തകൾ നോക്കാം. വ്യോമയാന മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് കുവൈറ്റും ഇന്ത്യയും തമ്മിൽ ഒപ്പുവെച്ച ധാരണാപത്രം കുവൈറ്റ് മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ട്രാൻസിസ്റ്റ് കേന്ദ്രമായി ഉയർത്തുവാൻ സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അധികൃതർ വ്യക്തമാക്കി. ഏഷ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ അന്തർദേശീയ തലത്തിൽ ഏറ്റവും വലിയ വ്യോമഗതാഗത പങ്കാളികളിലൊന്നായ ഇന്ത്യയുമായി വ്യോമയാന ബന്ധം വികസിപ്പിക്കുന്നതിനുള്ള കുവൈറ്റിന്റെ പ്രതിബദ്ധത തന്ത്രപരമായ ചുവടുവയ്പ്പാണെന്നും അധികൃതർ അറിയിച്ചു. വ്യോമഗതാഗതം, ടൂറിസം, വ്യാപാരം എന്നിവയുടെ പുനരുജ്ജീവനത്തിന് ഈ കരാർ പ്രയോജനകരമാകും. 2007 വരെയുള്ള കുവൈറ്റിലെ ഇന്ത്യൻ ജനസംഖ്യയിലുണ്ടായ വർധനവിന്റെ പശ്ചാത്തലം കൂടി മുൻനിർത്തിയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കരാർ രൂപീകരിക്കാൻ മുന്നോട്ട് വന്നത്. ദുബായ് മെട്രോ പാതയിലെ ശീതീകരണ സംവിധാനങ്ങളുടെയും വെന്റിലേഷൻ ഉപകരണങ്ങളുടെയും അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി. റെഡ് ഗ്രീൻ മെട്രോ പാതകളിലെ സ്റ്റേഷനുകളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കിയതായി ദുബായ് RTA അറിയിച്ചു. മെട്രോ സംവിധാനത്തിന്റെ ദീർഘകാല സുസ്ഥിര മെട്രോ സർവീസിന്റെ കാര്യക്ഷമത എന്നിവ മുൻനിർത്തിയാണ് അറ്റകുറ്റപ്പണികൾ നടത്തിയത്. 876 വെന്റിലേഷൻ ശീതീകരണ സംവിധാനങ്ങളാണ് അറ്റകുറ്റപ്പണികൾ നവീകരിച്ചത്. ദുബായിലെ മെട്രോ സ്റ്റേഷനുകളിൽ 24-25 ഡിഗ്രി താപനിലയാണ് ക്രമീകരിച്ചിട്ടുള്ളത്. പദ്ധതിയുടെ 2ാം ഘട്ടത്തിന്റെ ഭാഗമായി 14 സ്റ്റേഷനുകളിലെ നവീകരണം പൂർത്തിയാക്കി. UAEയിലെ വിവിധയിടങ്ങളിൽ വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. അൽ-ഐൻ, അൽ-ദഫ്ര എന്നിവിടങ്ങളിലാണ് മഴ മുന്നറിയിപ്പുള്ളത്. യാത്രക്കാർ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ നിർദ്ദേശിച്ചിട്ടുണ്ട്. താഴ്വരകളിലേക്കും മലവെള്ളപ്പാച്ചിലിന് സാധ്യതയുള്ള ഇടങ്ങളിലേക്കും പോകരുതെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഇന്നും രാജ്യത്ത് ചിലയിടങ്ങളിൽ ശക്തമായ മഴ ലഭിച്ചു. ദുബായ് അൽ-ഐൻ റോഡിലെ കനത്ത മഴയുടെയും കാറ്റിന്റെയും ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ യാത്രക്കാർ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം UAEയിൽ കനത്ത ചൂട് തുടരുകയാണ്. ദുബായിൽ പകൽ താപനില 45 ഡിഗ്രി സെൽഷ്യസ് വരെ രേഖപ്പെടുത്തി. അബുദാബിയിൽ 38-നും 44-നും ഇടയിലാണ് ചൂട് രേഖപ്പെടുത്തിയത്. ഈ വർഷത്തെ ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റിന് UAE വേദിയാകാൻ സാധ്യതയെന്ന റിപ്പോർട്ടുകൾ. അടുത്തയാഴ്ചയോടെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. ധാക്കയിൽ നടന്ന ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ യോഗത്തിൽ ഇത് സംബന്ധിച്ച് ധാരണയായി എന്നാണ് വിവരം. ഈ വർഷം സെപ്റ്റംബറിലാണ് ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കേണ്ടത്. ഇന്ത്യയും പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന അസ്വാരസ്യങ്ങൾ മൂലം നിഷ്പക്ഷ വേദി എന്ന നിലയിലാണ് UAE പരിഗണിക്കുന്നത്. IPL, ഏഷ്യ കപ്പ്, T20 ലോകകപ്പ് എന്നീ മത്സരങ്ങൾക്ക് മുൻപ് UAE വേദിയായിട്ടുണ്ട്. സൗദിയിൽ ഈ വർഷം 2ാം പാദത്തിൽ റിയാദ് മെട്രോ സർവീസുകൾ 2.36 കോടിയിലേറെ യാത്രക്കാർ
പ്രയോജനപ്പെടുത്തിയതായി സൗദി ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയുടെ വെളിപ്പെടുത്തൽ. രണ്ടാം പാദത്തിൽ സൗദിയിൽ റെയിൽ ഗതാഗത മേഖല അസാധാരണമായ വളർച്ച കൈവരിച്ചു. ട്രെയിൻ യാത്രക്കാരുടെ എണ്ണം 3.65 കോടി കവിഞ്ഞു. ഇക്കൊല്ലം ആദ്യ പാദത്തെ അപേക്ഷിച്ച് രണ്ടാം പാദത്തിൽ ട്രെയിൻ യാത്രക്കാരുടെ എണ്ണത്തിൽ 10 ലക്ഷത്തിലേറെ പേരുടെ വർധനവ് രേഖപ്പെടുത്തി. ഏറ്റവും കൂടുതൽ യാത്രക്കാർ പ്രയോജനപ്പെടുത്തിയ ട്രെയിനുകളുടെ പട്ടികയിൽ റിയാദ് മെട്രോ ഒന്നാമതാണ്. 3 മാസത്തിനിടെ 2.36 കോടിയിലേറെ യാത്രക്കാർ റിയാദ് മെട്രോ ഉപയോഗപ്പെടുത്തി. ജിദ്ദ കിങ് അബ്ദുൾ അസീസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ ഓട്ടോമേറ്റഡ് ഷട്ടിൽ ട്രെയിൻ സർവീസുകൾ 77.6 ലക്ഷത്തിലേറെ യാത്രക്കാർക്ക് പ്രയോജനപ്പെട്ടുവെന്ന് റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നു. കുവൈറ്റിൽ 1,43,725 ഫ്ളാറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്നതായി കണക്കുകൾ. ഈ മൊത്തം ഫ്ളാറ്റുകളുടെ 18.4% വരും. ഇത് കഴിഞ്ഞ വർഷത്തേക്കാൾ ചെറിയ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. രാജ്യത്ത് നിലവിൽ 877 കെട്ടിടങ്ങളാണ് നിർമ്മാണത്തിലുള്ളത്. ഇതിൽ 421 മുബാറക് അൽ കബീർ ഗവർണറേറ്റിലാണ്. കുവൈറ്റിലെ മൊത്തം ഭവന യൂണിറ്റുകളുടെ എണ്ണം 7,96,620 ഇതിൽ 1,76,336 വീടുകളും ഉൾപ്പെടുന്നു. അഹമ്മദി, ഫർവാനിയ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വീടുകൾ ഉള്ളത്. ജഹ്റ ഗവർണറേറ്റിലാണ് ഏറ്റവും കുറവ്. കുവൈറ്റിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥിനികളെ നിരന്തരം ശല്യപ്പെടുത്തുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്ത കേസിൽ പ്രതിയായ യുവാവിന് 5 വർഷം കഠിന തടവ്. ഒരു കോഓപ്പറേറ്റീവ് സ്റ്റോറിന് പുറത്തുവെച്ച് ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയുടെ സമ്മതമില്ലാതെ ശരീരത്തിൽ സ്പർശിച്ചതോടെയാണ് കേസ് പുറത്തുവന്നത്. ആദ്യം ഇത് ആകസ്മികമായി സംഭവിച്ചതാണെന്ന് കരുതിയെങ്കിലും ഇയാൾ വീണ്ടും സമാനമായ പ്രവൃത്തി ആവർത്തിക്കുകയും പിന്നീട് അനുചിതമായ ലൈംഗിക ചൊവ്വയുള്ള സംഭാഷണങ്ങൾ നടത്തുകയും ചെയ്തതോടെയാണ് ഇയാളുടെ ഉദ്ദേശം ഇരയ്ക്ക് മനസ്സിലായത്. സംഭവം അറിഞ്ഞയുടനെ പെൺകുട്ടിയുടെ പിതാവ് ഔദ്യോഗികമായി പരാതി നൽകുകയായിരുന്നു. കുവൈറ്റിലെ കേരള ആർട്സ് ലവേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി സഖാവ് VS അച്യുതാനന്ദന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് അനുശോചന യോഗം സംഘടിപ്പിച്ചു. VS നൽകിയ സംഭാവനകൾ അനുസ്മരിച്ചുകൊണ്ട് അനുശോചന യോഗത്തിൽ പങ്കെടുത്ത വിവിധ സംഘടനാ പ്രതിനിധികൾ സംസാരിച്ചു. ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ അബ്ബാസിയയിൽ കലാ കുവൈറ്റ് പ്രസിഡന്റ് മാത്യു ജോസഫിന്റെ അധ്യക്ഷതയിൽ ചേർന്ന അനുശോചന യോഗത്തിൽ കലാ കുവൈറ്റ് മുൻ ഭാരവാഹി സുഗതൻ കാട്ടാക്കട അനുസ്മരണ കുറിപ്പ് അവതരിപ്പിച്ചു. ലോക കേരള സഭാംഗം R നാഗനാഥൻ, ബിവിൻ തോമസ്, കേരള അസോസിയേഷൻ സത്താർ കുന്നിൽ, IMCC ജോൺ ജോയി തുരുത്തിക്കര, കലാ കുവൈറ്റ് പ്രതികളായ നൌഷാദ് CK, PR കിരൺ എന്നിവർ അനുശോചനം അർപ്പിച്ച് സംസാരിച്ചു. കുവൈറ്റിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ജനാധിപത്യ വിശ്വാസികൾ അനുശോചന സമ്മേളനത്തിൽ പങ്കെടുത്തു. കലയുടെ കേന്ദ്ര മേഖല നേതാക്കൾ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു. കലാ കുവൈറ്റ് ആക്ടിംഗ് സെക്രട്ടറി പ്രസീദ് കരുണാകരൻ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ ട്രഷറർ PB സുരേഷ് നന്ദി പറഞ്ഞു. കുട്ടികളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് സമ്മർ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന പേരിൽ പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു. ദുബായ് സമ്മർ UAE കമ്മ്യൂണിറ്റി വർഷാചരണ പരിപാടികളുടെ ഭാഗമായാണ് 4 ദിവസം നീണ്ടുനിന്ന പരിപാടി സംഘടിപ്പിച്ചത്. GDRFA ദുബായിലെ എൻട്രി ആൻഡ് റെസിഡൻസ് പെർമിറ്റ് വിഭാഗം ഡയറക്ടർ മേജർ ജനറൽ ഖലഫ് അഹമ്മദ് അൽ ഗൈത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സംവാദങ്ങളും പുസ്തകമേളയും പരിപാടിയുടെ പ്രധാന ആകർഷണമായിരുന്നു. പ്രമുഖ അറബ് എഴുത്തുകാരും ചിന്തകരും വിവിധ ദിവസങ്ങളിൽ അതിഥികളായി എത്തി സദസ്സിനെ അഭിസംബോധന ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായ കുട്ടികൾക്ക് സർട്ടിഫിക്കറ്റുകളും സമ്മാനങ്ങളും വിതരണം ചെയ്തു. ഇനി മറ്റു വാർത്തകൾ നോക്കാം. ബ്രിട്ടനിലെ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാലിദ്വീപിലെത്തി. ഉജ്ജ്വല സ്വീകരണമാണ് ഇവിടെ മോദിക്ക് ലഭിച്ചത്. മാലിദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു, വിദേശകാര്യമന്ത്രി, പ്രതിരോധ മന്ത്രി, ധനമന്ത്രി, ആഭ്യന്തര സുരക്ഷാ മന്ത്രി എന്നിവർ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. 2 ദിവസത്തെ ബ്രിട്ടീഷ് സന്ദർശനം പൂർത്തിയാക്കിയാണ് മോദി മാലിദ്വീപിലെത്തിയത്. നാളെ നടക്കുന്ന മാലിദ്വീപിന്റെ 60ാം സ്വാതന്ത്ര്യ വാർഷിക ആഘോഷത്തിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി എത്തിയത്. ഇന്ത്യയുടെ സഹായത്തോടെയുള്ള വികസന പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യും. ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ വ്യാപാര, വികസന, പ്രതിരോധ മേഖലകളിലെ സഹകരണത്തിനുള്ള നാഴികക്കല്ലായി മാറുകയാണ് ഈ കൂടിക്കാഴ്ച. 2023 നവംബറിൽ ചൈന അനുകൂല നിലപാടുകളെടുത്ത മുഹമ്മദ് മൊയ്സു പ്രസിഡന്റായതിനു ശേഷം പ്രതിസന്ധിയിലായ ഉഭയകക്ഷി ബന്ധം പുനഃസ്ഥാപിക്കാൻ ഈ സന്ദർശനം പ്രധാനപ്പെട്ടതാണ്. കോഴിക്കോട് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനായുള്ള കരട് വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്നാരോപിച്ച് കോൺഗ്രസും മുസ്ലിം ലീഗും പ്രതിഷേധവുമായി രംഗത്ത്. LDFന് വേണ്ടി വോട്ടർ പട്ടികയിൽ ക്രമക്കേട് നടത്തിയെന്നാരോപിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയെ ഉപരോധിച്ചു. അതേസമയം തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃത്വം.
LDFന്റെ തുടർഭരണം ഉറപ്പാക്കാൻ വോട്ടർ പട്ടികയിൽ വ്യാപകമായി ക്രമക്കേട് നടത്തിയെന്നാരോപിച്ചാണ് കോഴിക്കോട് കോർപ്പറേഷൻ സെക്രട്ടറിയെ മുസ്ലിം ലീഗ് പ്രവർത്തകർ ഉപരോധിച്ചത്. ഞങ്ങൾക്ക് പോലും പരിചയമില്ലാത്ത ഒരുപാട് വോട്ടർമാർ അനധികൃതമായിട്ട് കൂടിക്കല്. പിന്നെ അപ്പുറത്തെ വാർഡിലുള്ള 1 മുതൽ 900 വോട്ടുകൾ ഇപ്പുറത്തെ വാർഡിൽ, അതേ സ്ഥാനത്ത് നദീനഗർ വാർഡിലുള്ള 1 മുതൽ 900 വോട്ടുകൾ പയ്യാനക്ക വാർഡിൽ. ഒരു കുടുംബത്തിൽ നിന്ന് 2 ആളെ വെറ്റിമാറ്റിങ്ങാണ്ട് അപ്പുറത്തെ വാർഡിൽ. ഇത് ആരടിസ്ഥാനമാക്കിയിട്ടാണ് ഈ വോട്ടർ പട്ടിക ഉണ്ടാക്കിയത്? ഇവർ സെക്രട്ടറിയെ ഉപരോധിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. വോട്ടർ പട്ടികയിൽ പരാതികളുണ്ടെങ്കിൽ പരിഹരിക്കാൻ കോർപ്പറേഷൻ സെക്രട്ടറി സർവകക്ഷി യോഗം വിളിച്ചു ചേർത്തിട്ടും ജനാധിപത്യം അട്ടിമറിക്കാനായാണ് മുസ്ലിം ലീഗ് ശ്രമിക്കുന്നതെന്നാരോപിച്ച് LDF കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ പിന്നീട് കോഴിക്കോട് കോർപ്പറേഷനിൽ പ്രതിഷേധ പ്രകടനവും നടന്നു. ജോലി തടസ്സപ്പെടുത്തിയതിനെതിരെ കോർപ്പറേഷൻ ജീവനക്കാരും പ്രതിഷേധിച്ചു. അതേസമയം LDFനായി ക്രമക്കേടിന് കൂട്ടുനിൽക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ മാറ്റിയില്ലെങ്കിൽ ഹൈക്കോടതിയുടെ നിരീക്ഷണം ആവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനൊരുങ്ങുകയാണ് കോഴിക്കോട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണർ A. ഷാജഹാൻ AKG സെന്ററിലെ സെക്രട്ടറിയെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ പറഞ്ഞു. ഇത് ഇലക്ഷൻ കമ്മീഷണറായ ശ്രീ ഷാജഹാൻ AKG സെന്ററിലെ സെക്രട്ടറിയെ പോലെയാണ് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിരവധിയായ ഉദ്യോഗസ്ഥർ ഇയാൾക്ക് കൂട്ടുനിന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രക്രിയകൾ അട്ടിമറിക്കാൻ ബോധപൂർവമായി നേതൃത്വം നൽകുന്നു. കരട് വോട്ടർ പട്ടികയെക്കുറിച്ചുള്ള പരാതി നൽകാനുള്ള അവസാന തീയതി ഓഗസ്റ്റ് 30 വരും ദിവസങ്ങളിൽ ഈ വിഷയം ഉന്നയിച്ച് പ്രക്ഷോഭം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് പ്രതിപക്ഷ പാർട്ടികൾ. അമൃത ന്യൂസ്, കോഴിക്കോട്. തെന്നിന്ത്യൻ താരവും മക്കൾ നീതിമയ്യം പ്രസിഡന്റുമായ കമൽഹാസൻ രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്തു. തമിഴിലാണ് അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്തത്. மாநிலங்கள் அவையின் உறுப்பினராக தேர்ந்தெடுக்கப்பட்டிருக்கும் கமல்ஹாசன் எனும் நான் 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതിമയ്യം വിട്ടുനിൽക്കാൻ തീരുമാനിച്ചെങ്കിലും ഭരണകക്ഷിയായ DMKയ്ക്ക് പിന്തുണ നൽകിയിരുന്നു. ഇതിനെ തുടർന്നാണ് DMK കമൽഹാസന് രാജ്യസഭാ സീറ്റ് നൽകിയത്. രാജ്യസഭാംഗമായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിൽ തനിക്ക് അഭിമാനമുണ്ടെന്ന് കമൽഹാസൻ പറഞ്ഞു. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ തന്റെ കടമ നിർവഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇത് എനിക്ക് കൊടുക്കപ്പെട്ടിരിക്കും, ഇന്ത്യനാக எனக்கு கொடுக்கப்பட்டிருக்கும் மரியாதையும் கடமையும் நான் செய்ய போகிறேன் என்பதை பெருமையோடு தான் சொல்லிக் கொள்கிறேன். ജൂൺ 26 മുഖ്യമന്ത്രി MK സ്റ്റാലിൻ, ഉപമുഖ്യമന്ത്രി ഉദയനിധി സ്റ്റാലിൻ, DMK നേതാവ് വൈക്കോ, തമിഴ്നാട് കോൺഗ്രസ് അധ്യക്ഷൻ സെൽവ പെരുന്തകൈ എന്നിവരുടെ സാന്നിധ്യത്തിലാണ് കമൽഹാസൻ നാമനിർദ്ദേശ പത്രിക നൽകിയത്. എതിരില്ലാതെ കമൽഹാസൻ തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക്, അമൃത TV. പലസ്തീൻ പ്രശ്നത്തിൽ നിർണായക പ്രഖ്യാപനവുമായി ഫ്രാൻസ്. പലസ്തീനെ രാജ്യമായി അംഗീകരിക്കുമെന്നാണ് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിന്റെ പ്രഖ്യാപനം. സെപ്റ്റംബറിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയിൽ വെച്ച് ഫ്രാൻസ് പ്രതിനിധി ഇത് സംബന്ധിച്ച പ്രഖ്യാപനം നടത്തുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കുകയും സാധാരണക്കാരെ രക്ഷിക്കുകയുമാണ് അടിയന്തരമായി ചെയ്യേണ്ടതെന്നും ഫ്രഞ്ച് പ്രസിഡന്റ് പറഞ്ഞു. ഗാസയിൽ ഉടൻ വെടിനിർത്തൽ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം എല്ലാ ബന്ദികളെയും മോചിപ്പിക്കണമെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്തെ സർവകലാശാലകൾ അമൃത വിശ്വവിദ്യാപീഠത്തിന്റെ തലത്തിലേക്ക് ഉയരണമെങ്കിൽ കുറഞ്ഞത് 10 വർഷം പരിശ്രമിക്കണമെന്ന് സംസ്ഥാന കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും കേരള കാർഷിക സർവകലാശാലയുടെ വൈസ് ചാൻസലറുമായ ഡോക്ടർ B. അശോക് IAS. കൊച്ചി അമൃത ബ്രഹ്മസ്ഥാനം ക്യാമ്പസിൽ പുതിയ ബാച്ച് വിദ്യാർത്ഥികളെ വരവേൽക്കുന്ന സമാരംഭം 2025 മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു ഡോക്ടർ B. അശോക്. സ്കൂൾ ഓഫ് ആർട്സ്, ഹ്യൂമാനിറ്റീസ്, കൊമേഴ്സ് വിഭാഗങ്ങളിൽ പുതിയതായി എത്തിയ 700ഓളം വിദ്യാർത്ഥികളെ വരവേൽക്കുന്ന ചടങ്ങിലാണ് പ്രമുഖർ അമൃത വിശ്വവിദ്യാപീഠത്തിൻ്റെ ഗുണനിലവാരങ്ങൾ നിരീക്ഷിച്ചത്. ക്യാമ്പസ് ഡയറക്ടറും ഡീനുമായ ഡോക്ടർ U. കൃഷ്ണകുമാർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി അനുഗ്രഹ പ്രഭാഷണം നടത്തി. When you try to study about one star, when you look through the telescope, when you see the millions of stars shining in the sky, you will come to know one lifespan is not enough to study about even one star. When you learn more and more, you will come to know your limitation, you become more humble, more simple. അമൃത വിശ്വവിദ്യാപീഠത്തിൽ തുടർ പഠനം നടത്താൻ വിദ്യാർത്ഥികൾ എടുത്ത തീരുമാനം അഭിനന്ദനാർഹമാണെന്ന് ഡോക്ടർ B. അശോക് IAS പറഞ്ഞു. There are a few distinct things which Amrita is noted for. For instance, many of us forget that Amrita, of course, is the best ranked overall university in the state of Kerala, and it exceeds the best
public university by 14 marks in that ranking schedule, 14 distinct marks. So suppose the best ranked, I'm talking about the Kerala University, is to match Amrita's present grading at the present rate of growth which that university is able to muster on an annual basis. It will take 10.5 years to match Amrita in its present grading. I hardly recognize whether all of us are prescient about that fact. അമൃത സ്കൂൾ ഓഫ് നാനോ സയൻസ് ആൻഡ് മോളിക്കുലർ മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ ശാന്തികുമാർ നായർ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. USA ജോർജിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിലെ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് മുൻ പ്രൊഫസർ ഡോക്ടർ നാരായണൻ മേനോൻ കൊമരേത്ത്, USA ഹ്യൂസ്റ്റൺ സർവകലാശാലയിലെ സോഷ്യോളജി ആൻഡ് ഇന്ത്യ സ്റ്റഡീസിലെ മുൻ പ്രൊഫസർ ഡോക്ടർ ശരത് മേനോൻ, കേരള സ്കൂൾ ഓഫ് മാത്തമാറ്റിക്സിലെ ഗവേഷകനും FACT കൊച്ചിയിലെ മുൻ സ്ട്രക്ചറൽ ഡിസൈൻ എഞ്ചിനീയറും ചീഫ് എഞ്ചിനീയറുമായ ഡോക്ടർ PK രാജശേഖർ തുടങ്ങിയവർ സമാരംഭം 2025 വിദ്യാർത്ഥികളെ അഭിസംബോധന ചെയ്തു. അമൃത ന്യൂസ്, കൊച്ചി. യുവാക്കളിൽ ആത്മബോധം വർദ്ധിപ്പിക്കാൻ സോൾ കോസ്റ്റ് എന്ന പേരിൽ ഏകദിന ആത്മീയ ശിബിരം സംഘടിപ്പിച്ചു. അയുധിന്റെ പുനെ യൂണിറ്റ് സംഘടിപ്പിച്ച പരിപാടി പുനെ സിറ്റിയിലെ പുണ്യധാമാശ്രമത്തിലാണ് നടന്നത്. യുവാക്കളിലെ ആത്മബോധം വർദ്ധിപ്പിക്കാനും ആത്മാന്വേഷണത്തിനും ആത്മീയ പഠനത്തിനുമായി അവരെ പ്രേരിപ്പിക്കാനും ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യത്തെക്കുറിച്ച് അവരെ ചിന്തിപ്പിക്കാനും സഹായിക്കുന്ന രീതിയിലാണ് സോൾകസ്റ്റ് എന്ന പേരിൽ ശിബിരം രൂപകൽപ്പന ചെയ്തിരുന്നത്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവായ പത്മഭൂഷൺ പത്മശ്രീ ഡോക്ടർ വിജയ് ഭട്കർ മുഖ്യ പ്രഭാഷണം നടത്തി. ശാസ്ത്രവും ആധ്യാത്മികതയും കൈകോർത്തു പോവേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അമ്മയുമായുള്ള അദ്ദേഹത്തിന്റെ വ്യക്തിബന്ധവും അമ്മയുടെ മാർഗനിർദ്ദേശം എങ്ങനെ ജീവിതത്തെ പരിവർത്തനപ്പെടുത്തി എന്നതും ഡോക്ടർ ഭട്കർ പങ്കുവച്ചത് യുവാക്കൾക്ക് പ്രചോദനമായി. ആയുധ് ഇന്റർനാഷണൽ കോർഡിനേഷൻ ടീമംഗങ്ങളായ ബ്രഹ്മചാരിണി അമൃതാത്മിക ചൈതന്യ, ബ്രഹ്മചാരിണി നിസീമ, അമൃത യൂണിവേഴ്സിറ്റി യൂത്ത് എംപവർമെന്റ് പ്രോഗ്രാം മാനേജർ മിസ് ആതിര അരവിന്ദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് ശിബിരം നടന്നത്. ഇന്നത്തെ തിരക്കേറിയ ജീവിതത്തിൽ യുവാക്കൾ ഭൗതിക നേട്ടങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അവരെ ആന്തരിക ശക്തി ഉണർത്തുന്നതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധിപ്പിക്കുന്നതായിരുന്നു ശിബിരത്തിലെ പ്രഭാഷണങ്ങൾ. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ആത്മീയ അഭ്യാസത്തിൻ്റെ പ്രാധാന്യവും പരമഗുരുവായ അമ്മയോടുള്ള ബന്ധം എങ്ങനെ ജീവിത വിജയത്തിന് വഴികാട്ടുന്നു എന്നും പ്രഭാഷകർ വിശദീകരിച്ചു. ധ്യാനം, യോഗ പരിശീലനം, ടീം ബിൽഡിംഗ് എന്നിവ ആസ്പദമാക്കിയുള്ള കളികൾ, ആധ്യാത്മിക ചർച്ചകൾ, ഹൃദയസ്പർശിയായ ഭജനകൾ, സനാതനധർമ്മത്തെ ആസ്പദമാക്കി നടത്തിയ ക്വിസ്, പ്രശ്നോത്തരികൾ എന്നിവ ശിബിരത്തിന്റെ ഭാഗമായി നടന്നു. യുവാക്കളെ ജീവിതത്തിന്റെ യഥാർത്ഥ ഉദ്ദേശത്തെക്കുറിച്ച് ബോധ്യപ്പെടുത്തണം. ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടാൻ ധൈര്യവും ജ്ഞാനവും അവർക്ക് കൊടുക്കണം. എന്നാൽ മാത്രമേ അവർക്ക് ലോകത്തിന്റെ പ്രകാശമാകാൻ കഴിയൂ എന്ന അമ്മയുടെ ദിവ്യമായ കാഴ്ചപ്പാടിലേക്കുള്ള ഒരു പടിയായിരുന്നു ആയുധ് പൂനെ സംഘടിപ്പിച്ച സോൾകസ്റ്റ്. അമൃത ന്യൂസ്, കൊല്ലം. കായിക വാർത്തകൾ നോക്കാം. ഫിഡെ വനിതാ ചെസ് ലോകകപ്പിൽ ഇന്ത്യൻ ഫൈനൽ. ചരിത്രത്തിൽ ആദ്യമായി 2 ഇന്ത്യൻ താരങ്ങൾ കലാശപ്പോരിൽ നേർക്കുനേർ എത്തുന്നു. ഇന്ത്യയുടെ കൊനേരു ഹംപിയും ഇന്ത്യയുടെ തന്നെ ദിവ്യ ദേശ്മുഖുമാണ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. സെമിയിൽ ചൈനയുടെ ലെങ് ടിങ്ജിയെ പരാജയപ്പെടുത്തിയാണ് ഹംപി ഫൈനലിലേക്ക് മുന്നേറിയത്. ചൈനയുടെ മുൻ ലോക ചാമ്പ്യൻ ടാൻ സോങ്കിയെ സെമിയിൽ കീഴടക്കിയാണ് ദിവ്യ ഫൈനലിൽ കടക്കുന്നത്. ഫൈനലിലെത്തുന്ന ആദ്യ ഇന്ത്യൻ താരമെന്ന ചരിത്രം എഴുതിയാണ് കൗമാരതാരം ദിവ്യ ദേശ്മുഖ് ഫൈനൽ ഉറപ്പിച്ചത്. 2ാമത്തെ ഇന്ത്യൻ താരമായി ഹംപിയും എത്തിയതോടെയാണ് അപൂർവ ചരിത്ര നേട്ടം ഇന്ത്യ സ്വന്തമാക്കിയത്. നാളെയാണ് ഫൈനലിലെ ആദ്യ ഗെയിം. 2ാം ഗെയിം മറ്റന്നാൾ. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്കായി അമൃത ന്യൂസിന്റെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. നമസ്കാരം.